മനോരമ ന്യൂസ് ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാഗ് ലൈൻ, ചോദിക്കാനും പറയാവുന്ന ടാഗ് ലൈൻ ഞാൻ കൊടുത്ത ടാഗ് ലൈനാണ്. മഴ മഴ കുട മഴ വന്നാൽ പോപ്പിക്കൂട. അതൊക്കെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, പിള്ളേരുടെ മൈൻഡിൽ അവർ മഴ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് നടന്ന അതിൻ്റെ ഒരു ശക്തിയാണ് കാണിക്കുന്നത്. പല ഓൺട്രപ്രനേഴ്സിനും തുടക്കകാലത്തിൽ അവർ തെറ്റായി ധരിച്ചിരിക്കുന്നത് കുറേ പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് വരും, സെയിൽസ് ജനറേറ്റ് ചെയ്യും, ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് വ്യത്യസ്തമായ ഈ അപ്പിയറൻസ്, ഈ ഷർട്ട്, ഈ കണ്ണാടി, മൊത്തം ഈ രൂപം? ABC മലയാളം ഇൻ ബിസിനസ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് 30 വർഷത്തെ ബ്രാൻഡിങ്ങിലും അഡ്വർടൈസിങ്ങിലും പരിചയസമ്പത്തുള്ള അനിൽ ജെയിംസ് ആണ്. 30 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേരളം എന്ന് പറയുന്നത് വളരെ ഒരു വീക്കർ സെഗ്മെൻറ്റ്, ഒരു ഏരിയ ആയിരുന്നു ഇതിൻ്റെ അഡ്വർടൈസിങ് ഏരിയയിൽ. കാര്യം അതിന് അത്ര വലിയൊരു പ്രോമിനൻസ് കൊടുത്തിരുന്നില്ല. പക്ഷേ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ മാറ്റം, അല്ലെങ്കിൽ ഇതിനൊരു ട്രെൻഡ് ആക്കാനായിട്ട് എന്ത് രീതിയിലാണ് താങ്കളുടെ അല്ലെങ്കിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ടീം സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയത്? അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ജനങ്ങൾ കൂടുതലും പരസ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മാസ് മീഡിയ എന്ന് പറഞ്ഞ 2 മീഡിയ എന്ന് പറഞ്ഞത് പത്രമാധ്യമം പ്ലസ് അന്ന് കുറച്ച് TV ആയിട്ട് ദൂരദർശനൊക്കെ വന്ന് കേരളത്തിൽ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അല്ലാതെ ജനങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സിനിമയായിരുന്നു. അപ്പോൾ സിനിമയ്ക്ക് മുമ്പ് കാണിക്കുന്ന കുറേ പരസ്യങ്ങളാണ് പിന്നെ ആൾക്കാരുടെ ശ്രദ്ധ നേടിയിരുന്നത്. അപ്പോൾ അതിനകത്ത് വി-ഗാർഡിൻ്റെ ഒരു സക്സസ്ഫുള്ളായ ഒരു ആഡാണ് ഈ When the Picture Goes Shaky. When the picture goes shaky, I go crazy. Oh, what could be wrong? The fridge ain't cool, I lose my cool. Oh, there's something wrong. When the beat ain't steady, my feet gets heavy. What could be wrong? Get rid of voltage fluctuations with a V-Guard, the trusted stabilizer. I got it right with the V-Guard. I got it right with the V-Guard. V-Guard, the trusted stabilizer. We got it right. അത് ചെയ്തത് രാജീവ് മേനോൻ എന്ന് പറഞ്ഞ ഫിലിമാണ്, ഫിലിം മേക്കറാണ്. രാജീവ് മേനോൻ്റെ അത് മ്യൂസിക് ചെയ്തത് നമ്മുടെ മറ്റാരുമല്ല, A.R. റഹ്മാനാണ്. പക്ഷേ A.R. റഹ്മാൻ അന്ന് ദിലീപ് എന്നുള്ള പേരിലായിരുന്നു. അപ്പോൾ ദിലീപ് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള റോജ പടം ഹിറ്റായിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾ കൊച്ചു സാറെടുത്ത് പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് അത് ലൂയി ബാങ്കാണ്, ഒരു അപ്കമ്മിങ് മ്യൂസിക് ഡയറക്ടറാണ്, പുള്ളിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് പറഞ്ഞ് ആ മ്യൂസിക് നന്നായിട്ട് ഹിറ്റാകുകയും ചെയ്ത്, ആ സിനിമ ഹിറ്റാകുകയും ചെയ്ത്, അത് ധാരാളം മീഡിയയിലും ഈ സിനിമാ തിയേറ്റേഴ്സിലും ദൂരദർശനിലൊക്കെ കുറേ അത് പ്രദർശിപ്പിക്കുകയും അതിൽ നിന്ന് വി-ഗാർഡിന് നല്ല ഒരു ശ്രദ്ധ നേടാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ ഒരു ടേം അതിനെ യൂസ് ചെയ്യാതെ വൈറലായ ഒരു ആഡായിരുന്നു ആക്ച്വലി. ഇന്നിപ്പോൾ പറയുമല്ലോ വൈറൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു ആഡായിരുന്നു അത്. കൊച്ചു സാറാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് TV-യിലും തിയേറ്ററിലും ഒക്കെ പരസ്യം ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ബ്രാൻഡിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ പരസ്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പരസ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ കണ്ട ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് ഏറ്റവും സക്സസ്ഫുള്ളായ 5 ബ്രാൻഡുകൾക്ക് ജന്മം നൽകിയ ഒരു വ്യക്തിയാണ് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി. അപ്പോൾ ബ്രാൻഡ് എടുത്ത് പറയുകയാണെങ്കിൽ വി-ഗാർഡ് കൂടാതെ V-സ്റ്റാർ, വണ്ടർല, വീഗാലാൻഡ്, ഇപ്പോൾ ഏറ്റവും പുതിയതായ ചിറ്റിലപ്പള്ളി സ്ക്വയർ. അപ്പോൾ ഈ 5 ബ്രാൻഡുകൾക്കും തുടക്കം കുറിച്ച വ്യക്തിയാണ് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി. ഇത്രയും നാൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ 1-2 ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാം. തുടക്കകാലത്ത് വി-ഗാർഡ് ഒരു ഇപ്പോൾ 10-25 കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡ് ഹാൻഡിൽ ചെയ്ത് ഉള്ളൊരു അനുഭവ സമ്പത്തുണ്ട്. കൂടാതെ കിറ്റക്സിനായിട്ട് ഇപ്പോഴും അന്ന് തുടങ്ങിയത് ഇപ്പോഴും കിറ്റക്സ് ബ്രാൻഡുകൾ ഇപ്പോഴും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നേരത്തെ കുറേ വർഷങ്ങൾ ഹെവിറ്റി ഹാൻഡിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ മലയാള മനോരമയുടെ കുറേ കമ്മ്യൂണിക്കേഷൻസ് ഞാനിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മനോരമ ന്യൂസ് ചാനലിൽ പറയാവുന്ന ഒരു എൻ്റെ ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ലൈഫിൽ ഒരു വലിയ ഒരു വെള്ള തൂവൽ എന്ന് പറയാവുന്നത്, ഒരു ഫെദർ ഇൻ ദ ക്യാപ്പ് എന്ന് എനിക്ക് പറയാവുന്നതും മനോരമ ന്യൂസ് ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടാഗ് ലൈൻ, ചോദിക്കാനും പറയാവുന്ന ടാഗ് ലൈൻ ഞാൻ കൊടുത്ത ടാഗ് ലൈനാണ്. മനോരമ ന്യൂസ് ചാനൽ തുടങ്ങുമ്പോൾ അവർ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നില്ല. ഏഷ്യാനെറ്റിന് നേരോടെ നിരന്തര നിർഭയം. അപ്പോൾ അതിനെ പോലത്തെയോ അല്ലാതെ വെല്ലുന്ന ഒരു ടാഗ് ലൈൻ ഇല്ലാത്തതുകൊണ്ട് 10 കൊല്ലത്തേക്ക് ഒരു ടാഗ് ലൈൻ ഇല്ലാണ്ട് ഓടിക്കുകയായിരുന്നു. മനോരമ പോലത്തെ ഇത്രയധികം ആൾക്കാർ കോപ്പിറൈറ്റിൽ അല്ലെങ്കിൽ എഡിറ്റോറിയലൊക്കെ ഉള്ള ആളുകൾ 10 കൊല്ലത്തേക്കൊരു ടാഗ് ലൈനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഈ ഇപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ അഡ്വർടൈസിങ് കോപ്പിറൈറ്റിംഗ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ജേർണലിസം. അല്ലെങ്കിൽ ഇപ്പോൾ അഫ്കോഴ്സ് മലയാള മനോരമ
അവർക്ക് ഭാഷാ പണ്ഡിതന്മാരിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു ടാഗ് ലൈനോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് നല്ലൊരു എഫക്റ്റീവായിട്ട് കൺസ്യൂമർ മൈൻഡിൽ നിൽക്കുന്ന ഒരു ലൈൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് സ്കിൽ ലെവലാണ്. അപ്പോൾ അതിലൊരു ഭാഷാ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഹെഡ്ലൈൻ ടാഗ് ലൈൻ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ കൺസ്യൂമർ മൈൻഡിൽ പിടിക്കുന്ന ടാഗ് ലൈൻസ് എഴുതാന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്കിൽ സെറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇത് കോവിഡിന് മുമ്പുള്ള സംഭവം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ബ്രീഫിംഗ് തന്നു. ഞങ്ങൾ മനോരമ ന്യൂസ് ചാനലിൻ്റെ ഇങ്ങനെ ഒരു ആവശ്യം അവർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റഡി ചെയ്തിട്ട് ഞങ്ങൾ കൊടുത്ത ലൈനാണ് ചോദിക്കാനും പറയാനും എന്ന ലൈൻ. ഇപ്പോൾ ന്യൂസിൽ ചാനൽ വന്നുകൊണ്ടിരിക്കുന്ന മനോരമ ന്യൂസ് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാലും ഈ മലയാളി മനസ്സ് പറഞ്ഞാൽ ഇതിന് മലയാളീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഐ വുഡ് സേ ഫ്രം ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പം മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മൈൻഡ് സെറ്റാണ്. 95% ഒരു മിഡിൽ ക്ലാസ്സിന് അപ്പർ മിഡിൽ ക്ലാസ് കോർ ഫാമിലീസാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ വിജയകരമായിട്ട് കണക്ട് ചെയ്താലേ ഏത് ബ്രാൻഡിനും ഒരു സക്സസ് കൈവരിക്കാൻ പറ്റത്തുള്ളൂ കേരളത്തിൽ. അത് SEC BEC എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞ പോലെ കോതമംഗലം, പെരുമ്പാവൂർ, അടൂർ അങ്ങനെ പറഞ്ഞ സിറ്റീസ് ഇഷ്ടംപോലെ അക്രോസ് കേരളമുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ആ മലയാളി മൈൻഡാണ്. അവർക്കൊന്നും ഭയങ്കര ഹൈ ക്ലാസ് ഇംഗ്ലീഷും ഒന്നും പറഞ്ഞാലൊന്നും നമ്മുടെ പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അന്യായം, അനീതിയും അക്രമങ്ങൾക്കൊക്കെ ചോദിക്കാൻ ജനങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരു ചാനൽ, ന്യൂസ് ചാനൽ, ഒരു മാധ്യമം വന്നത്, ഒരു മാധ്യമധർമ്മം ഉണ്ട്, ജനങ്ങളൊരു വിശ്വാസം, ഒരു മാധ്യമധർമ്മം ഉള്ള ഒരു പ്രോസസ്സിന്റെ പിന്നിലുണ്ട്. ഈ ടാഗ് ലൈനിൽ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഇവിടെ എഡിറ്റോറിയൽ ടീമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം ജോണി ലൂക്കസ് വിളിച്ച് പറഞ്ഞു, ഈ ലൈൻ നിങ്ങൾ കൊണ്ടേ ഒന്ന് കോട്ടയത്ത് കൊണ്ടേ അവിടെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മനോരമ തന്നെ വണ്ടി വിട്ടുനിന്ന് ഞങ്ങൾ മനോരമ കോട്ടയത്ത് പോയി അവിടെ സീനിയർ മാനേജ്മെൻറ്റും അവിടെ എഡിറ്റോറിയൽ ടീമിനോടൊക്കെ പ്രസൻറ്റേഷൻ നടത്തി കൺവിൻസ് ചെയ്ത് ആ പ്രസൻറ്റേഷൻ ഞാൻ തിരിച്ചു വന്നപ്പോൾ വൈകുന്നേരം അവർ വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ടാഗ് ലൈൻ എടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മനോരമ ന്യൂസ് ചാനൽ ചോദിക്കാനും പറഞ്ഞ ടാഗ് ലൈൻ പിന്നീട് അവർ ഒരാഴ്ച കൊണ്ട് അത് എയറാക്കുകയും ചെയ്ത്. നമ്മുടെ ഇത്രയും നാളത്തെ പരിചയത്തിലുള്ള ടാഗ് ലൈൻ്റെ ബാക്കിയുള്ളവരും സാറിൻ്റെ നമ്മൾ തന്നെ ഉപയോഗിച്ച കുറച്ച് ടാഗ് ലൈനെ പറ്റി കുറച്ചൊന്ന് പറയാം. ഈ ടാഗ് ലൈൻസ് അതായത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടാഗ് ലൈൻസ് ദേ ഹെൽപ്പ് ഇൻ കണക്റ്റിംഗ് വിത്ത് ദ കൺസ്യൂമർ ഓർ ദ ടാർഗറ്റ് ഓഡിയൻസ് മോർ എഫക്റ്റീവ്ലി. അപ്പോൾ നമ്മുടെ ഒരു ഉപഭോക്താവുമായിട്ട് ഒരു ഇമോഷണൽ കണക്റ്റ് സൃഷ്ടിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നല്ലൊരു ടാഗ് ലൈൻ. ഇപ്പോൾ നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ എപ്പോഴും വീട്ടിൽ പറഞ്ഞുകൊണ്ട് കിടന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്. അതറിയാതെ ഒരു ബ്രാൻഡിൻ്റെ ടാഗ് ലൈൻ ഒരു മഴ വരുമ്പോൾ പറഞ്ഞു പോയ ഒരു ടാഗ് ലൈൻ ഉണ്ട്, മഴ കുട മഴ വന്നാൽ പോപ്പിക്കൂട. അതൊക്കെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ, പിള്ളേരുടെ മൈൻഡിൽ അവർ മഴ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു നടന്ന ഒരു വാചകമാണ്. അതൊക്കെ അപ്പോൾ ആ ബ്രാൻഡിങ്ങിൻ്റെയും അതിൻ്റെ ഒരു ശക്തിയാണ് കാണിക്കുന്നത്. മറ്റൊരു വളരെ പോപ്പുലറായ ടാഗ് ലൈനാണ് ഭീമയുടെ എല്ലാവരും പറയുന്നു 916 ഞങ്ങൾ നൽകുന്നു 916. അപ്പോൾ ഇതെല്ലാം വളരെ ഹിറ്റായതാണ്. നമ്മൾ ഒരു V-Guardൻ്റെ തന്നെ പറയണമെങ്കിൽ അത് നെയിം യു ക്യാൻ ട്രസ്റ്റ് എന്നുള്ള ടാഗ് ലൈൻ വളരെ പോപ്പുലർ ആക്കുകയും ആ കമ്പനീനെ ഒരുപാട് സഹായിച്ച ഒരു ടാഗ് ലൈനാണ്. പിന്നെ രാധാസിന്റെ ഒരു സോപ്പിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും. അതൊക്കെ അന്ന് ഹിറ്റായ സംഗതികളാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നൈക്കിൻ്റെ ജസ്റ്റ് ഡൂ ഇറ്റ് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടാഗ് ലൈനാണ്. അപ്പോൾ അത് നൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈക്ക് ഒരു പവർഫുൾ ബ്രാൻഡ് ലൈൻ മാത്രമല്ല, അവർ ഒരുപക്ഷെ വേൾഡിൽ ബ്രാൻഡിൻ്റെ പേര് പറയാതെയും അല്ലെങ്കിൽ എഴുതി കാണിക്കാതെയും ബ്രാൻഡിനെ ഒരു സക്സസ്ഫുൾ ആക്കിയ ഒരു ബ്രാൻഡാണ് നൈക്ക്. വെറുതെ ഒരു ടിക്ക് മാർക്കിൽ കൂടി ബ്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പവർഫുൾ ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്ത ഒരു കമ്പനിയാണ് നൈക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തന്നെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ്. അത് കേരളത്തിന് ഒരു ലോക നിലവാരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചതാണ്. പിന്നെ കല്യാൺ ജുവലേഴ്സ് ഉണ്ട്, അതെ ഫേമസ് ജുവലർ, അത് ജോയലക്കാസ് വേൾഡ് ഫേവറേറ്റ് ജുവലർ, ജോയലക്കയുടെ മോസ്റ്റ് കല്യാൺ. എനിക്ക് തോന്നുന്നു വിശ്വാസം അതല്ലേ അല്ല, വിശ്വാസം അതല്ലേ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഈ ടാഗ് ലൈൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ 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 ഹെൽപ്ഫുൾ ആണ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനമാണത്. അപ്പോൾ അങ്ങനെ ഈ ടാഗ് ലൈൻസ് ആക്ച്വലി ഈ എഫക്റ്റീവ് ആണെങ്കിൽ കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഒരു നോർമൽ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ചെന്ന് തറയ്ക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവർക്ക് അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ബ്രാൻഡിനെ മേടിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ടാഗ് ലൈൻ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ റിസർച്ച് പ്രൂവ് ചെയ്യുന്നത് അതാണ്.
അറിയാതെ പറഞ്ഞു നമ്മുടെ കൗമാരത്തിലും യൗവനത്തിലൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളുടെ വാചകങ്ങൾ നമ്മൾ എന്നെന്നും നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ടാഗ് ലൈൻസ് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് ഇൻ പ്രൊമോട്ടിങ് എ ബ്രാൻഡ് വെരി സ്ട്രോങ്ലി. അതുപോലെ ടാഗ് ലൈൻസ് ഇപ്പോൾ നാഷണൽ ലെവലിൽ വളരെ 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 പോപ്പുലാരിറ്റി നേടിയ ഒരു ലൈനാണ് വേറെ ഒരു ഗോ അവർ നെറ്റ്വർക്ക് ഫോളോസ്. അത് ഹച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വളരെ ഹിറ്റായ ഒരു ടാഗ് ലൈനാണ്. അച്ച് അന്ന് പിന്നീട് വോഡാഫോൺ ആയതാണ്. അപ്പോൾ അച്ചിൻ്റെ ടാഗ് ലൈൻ എഴുതിയത് മഹേഷ് വി എന്ന് പറഞ്ഞ കോപ്പറേറ്ററാണ്. അതിന് വളരെ ഹിറ്റാക്കിയ അന്ന് നമ്മൾ ടി വിയിൽ എന്ന് നിലനിന്നതും നിറഞ്ഞു നിന്ന ഒരു കമേഴ്ഷ്യൽ ഉണ്ട്. പ്രകാശ് വർമ്മയാണ് ആ കമേഴ്ഷ്യൽ പ്രൊഡ്യൂസ് ചെയ്ത്, അതും വളരെ ഹിറ്റാകുകയും ആ ഒരു പോപ്പുലാരിറ്റിയിൽ പഗ് എന്ന് പറഞ്ഞ ഡോഗിന് വളരെ ഡിമാൻഡിലോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇൻഫാക്ട് പഗ് ഡോഗ്സിനെ കിട്ടാത്ത അവസ്ഥയും അവർ വിലയൊക്കെ കുതിച്ച് കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. അതാണ് പരസ്യത്തിൻ്റെ പവറാണ്. ദറ്റ് ഷോസ് എ പവർ ഓഫ് അഡ്വർടൈസിങ്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന ടാഗ് ലൈൻസ് ഹെൽപ്സ് ടു കണക്ട് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. ടാഗ് ലൈൻ ഇപ്പോൾ വളരെ ഹിറ്റാക്കി വേറെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ടാഗ് ലൈനാണ് തിങ്ക് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞുള്ള ടാഗ് ലൈൻ. അപ്പോൾ അത് ആപ്പിൾ തിങ്ക് ഡിഫറെൻ്റ്, അത് ആപ്പിൾ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ സഹായിച്ച ഒരു ടാഗ് ലൈനാണ്. അവർ മറ്റുള്ള ബ്രാൻഡുകളെക്കാളും ഒരുപക്ഷെ കമ്പ്യൂട്ടറാണെങ്കിലും മൊബൈൽ ഫോണാണെങ്കിലും അവർ ഒരു വ്യത്യസ്തമായ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടി അവരുടെ അഡ്വർടൈസിങ്ങിലും അവരുടെ കോപ്പി റൈറ്റിങ്ങിലും ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ പ്രൊഡക്റ്റിലും ആ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ഹെൽപ്പ് ടു മേക്ക് ആപ്പിൾ എ ട്രെമെൻഡസ്ലി സക്സസ്ഫുൾ ബ്രാൻഡ്. The first brand in the world to hit 1 trillion market capitalization figure. Apple. Celebrate the beauty of life, മലബാർ ഗോൾഡ് അനുഭവം, അതാണ് സത്യം. ചുങ്കർ ജ്വല്ലറി അതുപോലെ തന്നെയാണ് നമ്മുടെ ഭീമയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ, ഒരു പണത്തൂക്കിൽ മുന്നിൽ എന്ന് പറഞ്ഞ. അപ്പോൾ ഈ ടാഗ് ലൈൻസ് ഓൾവേസ് ഹെൽപ്സ് ദ ബ്രാൻഡ് ടു കണക്ട് ടു ദ കൺസ്യൂമർ. എങ്ങനെയാണ് ഈ 2 വരിക്കുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ ഈ ടാഗ് ലൈനിൽ ഉൾപ്പെടുത്തി എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നത്? ഈ ടാഗ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കുമ്പോഴും ഇത് ക്ലയൻറ്റിൻ്റെ ഒരു USP ഉണ്ടാവും. യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞ സംഗതി ആണ് നമ്മൾ ആദ്യം കൺസ്യൂമറിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കണം. അത് മിനിമം വേർഡ്സ് ഞങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കും. പരസ്യത്തിൽ സാധാരണ വരുന്ന ഹെഡ്ലൈൻസിന് പുറമെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടാഗ് ലൈനിൽ നമ്മൾ അറൈവ് ചെയ്യുന്നത് ആ ബ്രാൻഡിൻ്റെ ഗുണങ്ങൾ എങ്ങനെ കൺസ്യൂമറിനായിട്ട് കണക്ട് ചെയ്യും, അത് മിനിമം വേർഡ്സ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഒരു 3-4 ഓപ്ഷൻസ് വരുമ്പോഴും അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ക്ലയൻറ്റ് അത് അപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ഈ ടാഗ് ലൈൻസ് ഈ മീഡിയയിലോട്ട് പോകുന്നത്, അതായത് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് പോകുന്നത്. ഈ വിജയിച്ച ബ്രാൻഡുകളെ പറ്റി പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് വളരെ വിജയം കൈവരിച്ച ഒരു ബ്രാൻഡാണ് ലൂക്കർ. ലൂക്കർ ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഒരു 600 കോടി ടേൺ ഓവർ ഉണ്ടാക്കുകയും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ശ്രദ്ധ നേടിയ ബ്രാൻഡാണ്. അതിൻ്റെ പിന്നണിയിലെ സാരഥി എന്ന് പറയുന്ന ജ്യോതിഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ബ്രില്യൻ മാർക്കറ്റിംഗ് മാനാണ്. ഹാവൽസിനെ വളർത്തിയ ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. He was one of the senior vice president of Havels, and he was also in charge of Havels Europe. വെറും 7 കൊല്ലം കൊണ്ട് ആ ബ്രാൻഡ് 600 കോടി ടേൺ ഓവർ എത്തുകയുണ്ടായി. വിത്തിൻ 2 years 2000 crore ടേൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ബിഗ് വാല്യുവേഷനും IPOയിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ 30 വർഷത്തെ 30 years എന്ന് പറയുന്നത് ഒത്തിരി മാറ്റങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് അഡ്വർടൈസിങ്ങും അല്ലെങ്കിൽ വാട്ടെവർ. അപ്പോൾ എന്തായിരുന്നു ആ ഒരു, എങ്ങനെയാണ് ആ ഗ്രാഫ് എങ്ങനെയാണ് അത് പോകുന്നത് ഈ 30 വർഷത്തെ മാറ്റങ്ങൾ ഭയങ്കര വിപ്ലവകരമായ മാറ്റങ്ങളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ ബ്രാൻഡുകൾ സക്സസ്ഫുൾ ആക്കുന്നത് അവർക്ക് ഒരു താൽക്കാലികമായിട്ട് ഒരു പരസ്യത്തിൽ കൂടി ശ്രദ്ധ നേടിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു നല്ല ക്രിയേറ്റീവ് കൊണ്ടൊന്നും ബ്രാൻഡ് സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്രാൻഡിൻ്റെ സക്സസ് ബ്രാൻഡിൻ്റെ ഒരു ലോങ് ടേമിൽ അതിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ അതിനുവേണ്ടി പല ഘടകങ്ങളുണ്ട്. നമ്മുടെ പ്രേക്ഷകരായിട്ട് അല്ലെങ്കിൽ ഉപഭോക്താക്കളായിട്ട് ഒരു ഇമോഷണൽ കണക്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബ്രാൻഡിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ആൻഡ് ഒത്തൻറ്റിസിറ്റി ബിൽഡപ്പ് ചെയ്യണം. ഇതിനെല്ലാം ഉപരി ഈ 30 കൊല്ലം കൊണ്ട് ഇപ്പോൾ 30 കൊല്ലം വിഗാർഡോ അല്ലെങ്കിൽ കിറ്റക്സോ അല്ലെങ്കിൽ AVT പോലത്തെ ബ്രാൻഡുകളൊക്കെ നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്താൽ ഇവരെല്ലാം കാലഘട്ടത്തിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തു. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ഇവോൾവ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ ഒരു സസ്റ്റൈനബിൾ ബ്രാൻഡായിട്ട് നിലകൊള്ളുകയും മറ്റുള്ള കോമ്പറ്റീഷന് വളരെ എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാനും അവർക്ക് അവരുടെ
മേഖലയിൽ ലീഡർഷിപ്പ് പൊസിഷൻ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയത് എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ് ഈ 30 കൊല്ലം. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം ഒപ്പം തന്നെ മീഡിയ സിനാരിയിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 30 കൊല്ലം മുമ്പ് ഈ മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ 2 മാസ് മീഡിയ ആയിരുന്നു. അപ്പോൾ ഈ പ്രിൻറ്റ് മീഡിയയും TV മീഡിയ ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ഈസ് എ മാസ് മാർക്കറ്റ്. ഭാരതം എപ്പോഴും ഒരു മാസ് മാർക്കറ്റാണ്. അപ്പോൾ ഈ മാസസിനെ ക്യാച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഈ 2 മീഡിയ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ TV. അപ്പോൾ ഇതിൽ പരസ്യം കൊടുക്കലായിരുന്നു. ഒരു 90% ബഡ്ജറ്റും അതിനകത്തിട്ട് പോകുമായിരുന്നു, പരസ്യത്തിൽ കൂടി പോകുമായിരുന്നു. അപ്പോൾ അന്ന് ഈ BTL ആക്ടിവിറ്റി എന്ന് പറയുന്ന സംഗതി കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാസ് മീഡിയയിൽ പരസ്യം ചെയ്ത് പരസ്യം ചെയ്താൽ തന്നെ അത് നല്ല പരസ്യങ്ങളാണെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ നേടി ഒരു ഉൽപ്പന്നം വിൽക്കാൻ സഹായിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പതുക്കെ മാറ്റി ഒരു മാറ്റം വന്നു വെച്ചാൽ ATL നിന്ന് BTL, ബിലോ ദ ലൈൻ, ഈ പോയിൻ്റ് ഓഫ് പർച്ചേസിൽ അത് കസ്റ്റമർ ടച്ച് പോയിൻറ്റ്സിലത്തെ ബ്രാൻഡിൻ്റെ പ്രസൻസ് കൂട്ടാൻ തുടങ്ങി പിന്നീടുള്ളത്. അപ്പം നല്ലോണം പരസ്യം ചെയ്യുമ്പോൾ ഇവർ നല്ലൊരു സെയിൽസ് ടീം ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്താൽ പരസ്യം ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്കത് അതായത് പ്രൊഡക്ടിവിറ്റി അത് സെയിലിലോട്ട് കൺവേർട്ട് ചെയ്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെയിൽസ് ടീം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും, നല്ല പരസ്യം ചെയ്തുകൊണ്ട് അവിടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും സെയിൽസ് ജനറേറ്റ് കാര്യമില്ല. സാറേ ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ ഒരു ക്രിയേറ്റർ ആയിരിക്കും. അയാൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അയാൾ അതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്നു, അയാൾ അതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് എവിടെയാണ് നമ്മുടെ സ്പേസ് വരിക? നമ്മളൊരു ആർട്ട് ഫിലിം ക്രിയേറ്റർ അല്ലെങ്കിൽ ആർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ സ്പേസ് എങ്ങനെ വരിക? എന്തുകൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് കൂടുതൽ പെർഫെക്ഷനിലേക്ക് വരുന്നത്? മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ക്രിയേറ്റിവിറ്റി, ബ്രാൻഡ് ഡിഫറൻസിയേഷൻ, നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ V-Guard എന്നുള്ള ബ്രാൻഡ് എന്താണ് ഡിഫറെൻറ്റ് ഫ്രം അതർ ബ്രാൻഡ്സ് എന്നുള്ള എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ബ്രാൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് ബ്രാൻഡ്സൊക്കെ ഓൾറെഡി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ സക്സസ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ആ ഡിഫറൻഷിയേഷൻ ഫാക്ടർ നമ്മൾ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കൺസ്യൂമർ മൈൻഡിൽ നമ്മൾ പതിപ്പിക്കാൻ കഴിയും? അത് നല്ലൊരു ക്രിയേറ്റീവ്, നല്ലൊരു TV കമേഴ്ഷ്യൽ, അല്ലെങ്കിൽ നല്ലൊരു റേഡിയോ കമേഴ്ഷ്യൽ, അല്ലെങ്കിൽ നല്ലൊരു പ്രിൻ്റ് ആഡ് ക്രിയേറ്റീവ്, ഇതെല്ലാം വ്യത്യസ്തമായിട്ട് ഉപഭോക്താക്കളുടെ മനസ്സിൽ തറയ്ക്കുന്ന രീതിയിൽ ഉള്ള പരസ്യങ്ങൾ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ആകണം കൺസ്യൂമറിൻ്റെ മൈൻഡിൽ. ഇവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ആയാലേ ആ പ്രോഡക്റ്റിൻ്റെ ഒരു കണക്റ്റ് കൺസ്യൂമറിൻ്റെ മൈൻഡിൽ വരുത്തിക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഒരു ട്രിഗർ, ഒരു പർച്ചേസ് ട്രിഗർ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ആൾക്കാർക്ക് അത് വ്യത്യസ്തമായിട്ട് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, എനിക്കൊരു ഒരു ഐഡിയ മാത്രമേ കൊടുക്കാൻ അറിയുള്ളൂ. പക്ഷെ അതിനെ ഒരു ഫുള്ളായിട്ട്, അതിനെ ഒരു ഫൈനലായിട്ടൊരു ബ്രാൻഡായിട്ട് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്ക് സാധിക്കുള്ളൂ. കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് കൺസ്യൂമറിലോട്ട് എത്തിച്ച് ആ ഒരു ട്രിഗർ ഫാക്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെർട്ടൈസ് തന്നെ വേണം, അല്ലേ? പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഓണേഴ്സ് തന്നെ പരസ്യത്തിൽ ബ്രാൻഡായിട്ട് വരിക, അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസഡേഴ്സിൻ്റെ ഒരു ആവശ്യകത, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് വരിക? ഇപ്പോൾ അറ്റ്ലസ് രാമേന്ദ്രൻ വന്നിട്ട് ആണല്ലോ ഈ ഒരു ട്രെൻഡിന് തുടക്കം, ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള സംഭവം കുറിച്ചത്. അപ്പം ആ ഒരു ട്രെൻഡ് അത് പിന്നെ അതോടുകൂടി അവസാനിച്ചു തോന്നുന്നു. അതിനുശേഷം പിന്നെ ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ ഇതൊരു ഈ ബോബി ചെമ്മണ്ണൂർ ആക്ച്വലി ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഈ കോവിഡ് കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിജിറ്റൽ മീഡിയ റെവല്യൂഷൻ നടക്കുന്ന കാലത്ത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, അങ്ങനെ ധാരാളം സെലിബ്രിറ്റീസ് പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ സെലിബ്രിറ്റീസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവണത ഒരുപക്ഷെ തുടങ്ങിയത് 15 കൊല്ലം മുമ്പ് അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹം ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പയനിയർ എന്ന് വേണമെങ്കിൽ പറയാം. 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ TV-യുടെ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളിയൊക്കെ വന്നു. ആ സമയത്ത് ചാനലിൽ ജനഗോൾഡികളുടെ വിശ്വസ്ത സ്ഥാപനം അത് പുള്ളി തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പയനിയർ അദ്ദേഹമാണെന്ന് പറയാം. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കൊച്ചോസേഫ് സാറ് അദ്ദേഹത്തിൻ്റെ V-Guard പ്രോഡക്റ്റിന് വേണ്ടി ഒരു പരസ്യത്തിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ പരസ്യങ്ങൾ ആരൊക്കെ കണ്ടെന്നറിയില്ല. അന്ന് ഒരു സ്റ്റെബിലൈസർ പരസ്യം ചെയ്യാൻ വേണ്ടി കൺസെപ്റ്റൊക്കെ റെഡി ആയിട്ടിരുന്നു.
പക്ഷേ അന്ന് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവൽ ഒരു ഫിലിം ആക്ടറിനെയൊക്കെ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഫിലിം ആക്ടറിനെയൊക്കെ നോക്കി നിന്ന് ഫിലിം ആക്ടേഴ്സിനെ കിട്ടാതായപ്പോൾ കൊച്ചു ജോസഫ് ചിറ്റിലപ്പള്ളി സാറ് തന്നെ അതിൻ്റെ ഒരു മോഡലായിട്ട് ബ്രാൻഡിനെ അവതരിപ്പിക്കുകയും ഞാൻ നൽകുന്നു ആസ് ഈ കമ്പനിയുടെ MD എന്ന നിലയ്ക്ക് എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഗ്യാരണ്ടി ഞാൻ നൽകുന്നതെന്നൊക്കെ പറഞ്ഞൊരു പരസ്യം ചെയ്തിട്ടുണ്ട്. അത് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ പരസ്യം ചെയ്തവർക്കും മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ മിക്കവാറും മറന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ടാഗ് ലൈൻ്റെ നമ്മൾ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു ടാഗ് ലൈനാണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ള KFC എന്ന് പറഞ്ഞ മൾട്ടിനാഷണൽ ബ്രാൻഡിൻ്റെ ടാഗ് ലൈൻ. അപ്പോൾ ഇതൊരു മൾട്ടിനാഷണൽ ബ്രാൻഡായിട്ട് വളരുകയും ഈ 152 രാജ്യങ്ങളുടെ ഒരു പിള്ളേരുടെ ഒരു മെനു അല്ലെങ്കിൽ അവരുടെ ഒരു ഫുഡ് മെനുവിൻ്റെ ഭാഗമായിട്ട് ആകാൻ കഴിഞ്ഞ ഒരു സ്ട്രോങ് ടാഗ് ലൈനാണ് ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നുള്ളത്. അത് ഇറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ടാഗ് ലൈൻസ് എവർ ഇൻ അഡ്വർടൈസിങ് ഹിസ്റ്ററി. വളരെ സക്സസ്ഫുള്ളായിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തതാണ്. കേണൽ സാൻഡേഴ്സിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിലൂടെ ആ ടാഗിനെ വിൽക്കാൻ സഹായിച്ച ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ്. ഇപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ടൂളാണ്. ഒരു ബ്രാൻഡ് ഓണർക്ക് എന്തുകൊണ്ടാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് മേക്കർ ആവാൻ പറ്റാത്തത്? ഇതിൽ ആക്ച്വലി രണ്ടാണ്. ബ്രാൻഡ് ഓണർ ഇസ് ഡിഫറെൻറ്റ് ഫ്രം എ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ലൈക്ക് മീ. ദ ഓൺട്രപ്രണർ ഓർ ദ ബ്രാൻഡ് ഓണർ അവരുടെ പ്രോഡക്റ്റിനെ പറ്റിയോ അവരുടെ ബ്രാൻഡിനെ പറ്റിയോ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതെങ്ങനെ കൺസ്യൂമറിലോട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി. സോ വി ഹാവ് എ ബ്രീഫിംഗ് സെഷൻസ് ഉണ്ട്. ക്ലയൻറ്റ് നമുക്ക് കൃത്യമായിട്ടുള്ള ബ്രീഫിംഗ് തരും. ഇതാണ് ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കേണ്ട ടൂൾസ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ USP. അത് നിങ്ങൾക്ക് എങ്ങനെ വ്യക്തമായിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് എത്തിക്കാൻ പറ്റും, അതാണ് ഞങ്ങളുടെ റോള്. സോ അത് ഇഫ് യു ഡു ഇറ്റ് ഡിഫറെൻ്റ്ലി, ഇഫ് യു ഡു ഇറ്റ് എഫക്റ്റീവ്ലി, ദെൻ ദ റിലേഷൻഷിപ്പ് ബിക്കംസ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സസ്റ്റൈനബിൾ. അതായത് സിമ്പിൾ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ബ്രാൻഡ് ഓണറിനെയും ബ്രാൻഡ് ബിൽഡറും തമ്മിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക, ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിചാരിച്ച കാര്യം വളരെ അല്ലേ? ഈ ബ്രാൻഡ് ഓണർക്കുള്ള ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ആ അഗാധമായ അറിവുണ്ടല്ലോ, അത് കൃത്യമായി എടുത്തിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ. അതിൻ്റെ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു ഫിലിം ഉണ്ടാക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതെ, ആ കാര്യമാണ് ഞാൻ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. ഇതിൽ നോർമലി ഒരു പുതിയ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ സർവീസസോ ഒരു ബ്രാൻഡ് ഓണർ ഇറക്കാൻ തീരുമാനിച്ച് കഴിയുമ്പോൾ ഞങ്ങളൊരു സെഷൻസ് ഉണ്ടാവും, ക്രിയേറ്റീവ് സെഷൻസ്, ബ്രാൻഡിങ് സെഷൻസ് വിത്ത് ക്ലയൻറ്റിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ടീമിനായിട്ട് ഒരു ബ്രീഫിംഗ് സെഷന് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ വി ടേക്ക് ദ ക്ലിയർ ബ്രീഫിംഗ് ആൻഡ് ദെൻ വി കം ബാക്ക് വിത്ത് എ ക്രിയേറ്റീവ് ഐഡിയ. ഒരു എക്സാമ്പിളിന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വയ്ക്കാൻ വേണ്ടി ഈ USPs ഇന്ന സെലിബ്രിറ്റീസ് വെച്ച് നമ്മൾ ആഡ് ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എഫക്റ്റീവ് ആവും, അതൊരു ഓപ്ഷൻ കൊടുക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ സെലിബ്രിറ്റി ഇല്ലാത്തൊരു ഓപ്ഷൻ കൊടുക്കും. പക്ഷേ അത് ഈ ഒരു USP പ്രോഡക്റ്റിൻ്റെ USPs എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനകത്തൊരു സ്ക്രിപ്റ്റോ സ്റ്റോറി ലൈനോ ബ്രാൻഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യും. അതിനകത്ത് ചിലപ്പോൾ 2-3 ഓപ്ഷൻസും ഐഡിയാസും ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും. അതിൽ നിന്ന് ക്ലയൻറ്റ് സൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരു ഐഡിയ വെച്ച് നമ്മൾ മുന്നോട്ട് പോകും. ചിലപ്പോൾ ക്ലയൻറ്റ് സെലിബ്രിറ്റിനെ ഉപയോഗിക്കാൻ പറയും, ചിലപ്പോൾ ക്ലയൻറ്റ് സെലിബ്രിറ്റിന് വേണ്ടെന്ന് പറയും. അപ്പോൾ ഇവിടെ എനിക്ക് എടുത്ത് പറയാമെന്നുള്ളത്, കൊച്ചു ജോസഫ് സാർ എടുത്ത ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ബിസിനസ് ഫിലോസഫിയുടെ തീരുമാനം, V-Guard സെല് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഒരു സെലിബ്രിറ്റിനെ ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരെ ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന ബ്രാൻഡാണ് V-Guard. ഞങ്ങളുള്ളപ്പോൾ പല പ്രാവശ്യവും ഞങ്ങൾ ബ്രാൻഡ് അംബാസിഡറായിട്ട് പലരെയും കൊണ്ടുവരാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ട് ഉപയോഗിച്ചിട്ടില്ല V-Guard. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പലർക്കും അവരെ കമ്പനിയെ ബ്രാൻഡ് ചെയ്യണമെന്നുണ്ട്, അവർക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, പക്ഷെ കറക്റ്റായിട്ടൊരു ടീമിനെ കിട്ടാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന, അതായത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൽ സ്റ്റക്കായി നിൽക്കുന്ന പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 കൊല്ലത്തിൻ്റെ ഒരു കാലയളവിൻ്റെ ഒരു അനാലിസിസ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം ബ്രാൻഡുകൾ വന്ന് പരസ്യം ചെയ്ത്, പക്ഷേ കുറച്ച് കാലഘട്ടത്തിലൊക്കെ നല്ലോണം സ്പേസ് പിടിച്ച്, കൺസ്യൂമർ സ്പേസ് പിടിച്ച്, പിന്നെ ഒരു ട്രേസും ഇല്ലാതെ മാനേജ് ചെയ്ത് പോയ ബ്രാൻഡുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലത്തെ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗൗരവമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
പല ഓൺട്രപ്രനേഴ്സിനും തുടക്കകാലത്തിൽ അവർ ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായി ധരിച്ചിരിക്കുന്നത് കുറേ പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് വരും, സെയിൽസ് ജനറേറ്റ് ചെയ്യും, ടേൺ ഓവർ ജനറേറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഇനീഷ്യൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു അവരുടെ ഇന്റേണൽ ഇതിന് അഡ്മിനിസ്ട്രേഷൻ സ്ട്രോങ് ആക്കുക, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതിനകത്ത് HR മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ, സെയിൽസിന്റെ ഒരു സ്ട്രോങ് ടീം, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിന്റെ അല്ലേ, ഇതെല്ലാം ഒരു സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ടീമിനെ മാനേജ് ചെയ്യുന്നത്, ഇത് പ്രൊഡക്ഷൻ ടേക്ക് അപ്പ് ചെയ്യുന്നത്. കാരണം ഇനിഷ്യലി ചിലപ്പോഴൊക്കെ പരസ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെർട്ടൻ ഡിമാൻഡ് വരും, ആ സമയത്ത് പ്രൊഡക്ട്സ് ഉണ്ടാകത്തില്ല. അപ്പോൾ പരസ്യം ചെയ്ത് 1-2 കോടി പരസ്യം മുടക്കും, അപ്പോൾ ആ സമയത്ത് മാച്ചപ്പ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നീട് സാധനം ഉണ്ടാക്കി മാർക്കറ്റിൽ വരുമ്പോഴേക്കും 6 മാസം കഴിഞ്ഞിരിക്കും. അപ്പോൾ വീണ്ടും 1-2 കോടി മുടക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ബ്രാൻഡുകളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർക്ക് അത് പൈസ മുടക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു ക്യാഷ് ഫ്ലോ ക്രഞ്ച് വരും, ഫൈനാൻഷ്യൽ ഫ്ലോ വരും. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ബ്രാൻഡുകളും അല്ലെങ്കിൽ കമ്പനികൾക്കും അപ്പോൾ എന്താ വെച്ചാൽ വീടും സ്ഥലമൊക്കെ വെച്ചിട്ട് ഒരു ബാങ്ക് ലോണൊക്കെ റേസ് ചെയ്യും. പലരും പറഞ്ഞു എന്തോരം പരസ്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, അതായത് പരസ്യം ചെയ്തുകൊണ്ട് മാത്രം അവരുടെ പ്രൊഡക്റ്റോ അവരുടെ കമ്പനിയോ നിലനിൽക്കണമെന്നുള്ളത്. ആ നിലനിൽക്കണമെങ്കിൽ കുറെ ഫാക്ടേഴ്സും കൂടി പരസ്യം ചെയ്ത് പരാജയപ്പെട്ടു പോയ ഒത്തിരി സ്ഥാപനങ്ങൾ എന്നിട്ട് അത് പരസ്യ കമ്പനിക്കാരെ ബ്ലെയിം ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. കാര്യം പരസ്യ കമ്പനിക്ക് അവിടെ പോയി അവരുടെ കമ്പനി നടത്താൻ പറ്റില്ല. ഈ അഡ്വർടൈസ്മെന്റിൽ ഒരു ട്രെൻഡ് സെക്ടർ ഉണ്ടാവുമല്ലോ. അപ്പം ഹണി റോസ് ഉദ്ഘാടനം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഹണി റോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം. ഇപ്പോൾ മോഹൻലാൽ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ മോഹൻലാലിനെ കൊണ്ട് ചെയ്യണം. എങ്ങനെയാണ് ആ ട്രെൻഡ് ഒരു സെക്ടർ ഉണ്ടാകുന്നതും അതെങ്ങനെയാണ് നിങ്ങളത് ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഇത് സെലിബ്രിറ്റി അതിനു മുമ്പേ ഞാനൊരു ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. എനിക്ക് തോന്നുന്നത് ഇത് പോസ്റ്റ് ആൻഡ് പ്രീ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അഡ്വർടൈസിങ് ഏരിയയിലാണെങ്കിലും ജനങ്ങളിലോട്ട് ഏത് രീതിയിലുള്ള അഡ്വർടൈസിങ് ചെയ്താലാണ് അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിലാണ് എന്നൊക്കെ ആ ഒരു ഡിഫറൻസിൽ വന്നേക്കുന്നതാണ് ഈ പറഞ്ഞ 2 വ്യക്തികളുടെയും. ഈ രണ്ട് ചോദ്യത്തിനും ഒരു ഇന്റർ റിലേഷൻ ഉണ്ട്, കണക്റ്റഡ് ആണ്. കാരണം ഈ ഹണി റോസ് ഒരു പക്ഷേ കോവിഡ് സമയത്ത് പോപ്പുലറായ ഒരു ഫിഗറാണ്, ഒരു പക്ഷേ സെലിബ്രിറ്റിയാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ജനങ്ങൾക്ക് വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ റിലൈ ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി? നോട്ട് ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് ബട്ട് ഫോർ അവർ വാട്ട് യു കോൾ ന്യൂസ് ഫോർ അവർ ലേണിംഗ്, ഫോർ ജനറൽ നോളജ്, എല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോണിനായിരുന്നു. ഷോപ്പിംഗ്, അങ്ങനെ എല്ലാ ഘടകങ്ങൾക്കും നമുക്ക് സ്മാർട്ട് ഫോൺ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലം, റൂമിൽ ഇരുന്നുകൊണ്ട് സ്മാർട്ട് ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ സെലിബ്രിറ്റീസ് വന്നു. ഇപ്പോൾ ഹണി റോസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹണി റോസ് ഇപ്പം ഇനോഗ്രേഷൻസിന് എന്തുകൊണ്ട് ബ്രാൻഡുകൾ വിളിച്ചെന്ന് വെച്ചാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പോപ്പുലാരിറ്റിയാണ്. കാരണം എല്ലാവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു പരസ്യം കാണുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കിട്ടണമെങ്കിൽ ടി വിയിൽ പോകണ്ട, സിനിമ കാണാൻ പോകണ്ട, തിയേറ്ററിൽ പോകണ്ട, അല്ലെങ്കിൽ ടി വി പോലും കാണണ്ട, ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ഈ സ്മാർട്ട് ഫോൺ വെച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ഒരു ലോകം മുഴുവനും അവരെ വിരൽത്തുമ്പിൽ കിട്ടുന്ന രീതിയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കോവിഡ് ടൈമിൽ. അപ്പോൾ പ്രീ കോവിഡിൽ ബ്രാൻഡുകളും അല്ലെങ്കിൽ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഒരു കൺസ്യൂമേഴ്സും എല്ലാം ഒരു സ്പെസിഫിക് മീഡിയ അലൊക്കേഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. പോസ്റ്റ് കോവിഡിൽ ഡിജിറ്റൽ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ റെലവൻസും അതിൻ്റെ ഇമ്പോർട്ടൻസും വളരെ വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഫിഗർ പറയണമെങ്കിലും കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് ഡിജിറ്റൽ മീഡിയ ബഡ്ജറ്റ് ടി വി മീഡിയ ഓവർടേക്ക് ചെയ്തു. അല്ലാതെ തന്നെ ടി വി മീഡിയയുടെ ഒരു എന്താണ് പറയുക ഓഡിയൻസ് സെഗ്മെൻറ്റ് പെർസെൻറ്റേജ് വൈസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾറെഡി തന്നെ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ടി വി തന്നെ ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ടി വിയുടെ ഒരു വ്യൂവർഷിപ്പും ഇപ്പോൾ പേപ്പറിന് റീഡർഷിപ്പും ബാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒരു എന്താ പറയുക നെഗറ്റീവായിട്ട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അപ്പോൾ ഈ ഒരു സമയത്ത് സെലിബ്രിറ്റീസ് ഈ ഓൺലൈനിൽ കൂടി അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ബ്രാൻഡുകളെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് റീച്ച് ചെയ്യാൻ സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇനോഗ്രേഷൻസിനൊക്കെ ഈ സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത വന്ന് ഇരിക്കുന്നത് ഇപ്പോഴത്തെ. അപ്പോൾ ഒരു സ്മോൾ എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ
സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വളരെ കൂടുതൽ എമൗണ്ട് മറ്റുള്ള മീഡിയയിൽ മുടക്കുന്നതിൻ്റെ കുറവായിട്ട് വളരെ കുറവായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നോവേഷൻസ് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്മോൾ ഷോപ്സും അല്ലെങ്കിൽ സ്മോൾ ബ്രാൻഡുകളൊക്കെ സെലിബ്രിറ്റി ഉപയോഗിച്ച് ഇന്നോവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന് അവർക്ക് ആവശ്യമുള്ള എക്സ്പോഷർ മിതമായ വിലയ്ക്ക് അവർ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണത്. ഒരു സമയത്ത് അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിലോട്ട് റീച്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു മേക്കിംഗ് അല്ലേ? ഇപ്പം ആ മേക്കിങ്ങിൻ്റെ സ്റ്റൈല് മാറി എല്ലാ ക്ലാസ് ആൾക്കാരിലോട്ടും എത്തുന്ന രീതിയിലോട്ട് പല ആഡ് ഫിലിം മേക്കിങ്ങും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഓഡിയൻസ് അല്ല വേറെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ബെൻസിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ഒരു മാരുതിക്കാരുടെ ഓഡിയൻസിൻ്റെ പരസ്യം ചെയ്തിട്ട് കാര്യം. സോ നമ്മൾ ആദ്യം പ്രൊഡക്റ്റിന് ബ്രീഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ. ആ ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. എന്നാലേ ഇത് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ ആ ഓഡിയൻസിനെ നമ്മൾ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ റീച്ച് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ അടുത്ത വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് എ വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദെൻ എൻഷുർ ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ടു ദ റൈറ്റ് ഓഡിയൻസ്. Based on the product. അപ്പോൾ സോ ഈച്ച് പ്രോഡക്റ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഓഡിയൻസ്. സോ ആ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യണം. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാലം എങ്ങനെയുണ്ട്? ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് മാർക്കറ്റേഴ്സ് ആക്ച്വലി ഇപ്പോൾ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് സോഷ്യൽ മീഡിയയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് കോവിഡ് വേൾഡിലാണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വളരെയായിട്ട് വർദ്ധിച്ചത്. അപ്പോൾ മലയാള മനോരമ ഇപ്പോൾ പോലത്തെ ഒരു പത്രം ആദ്യമായിട്ട് അല്ലെങ്കിൽ നോൺ മനോരമ റീഡേഴ്സ് അല്ലെങ്കിൽ നോൺ ന്യൂസ് പേപ്പർ റീഡേഴ്സിനെ റീച്ച് ചെയ്യാൻ വേണ്ടി ഈ മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് മെയ് തുടങ്ങി ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് മനോരമയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഞങ്ങളിപ്പോൾ പ്രൊമോട്ട് ചെയ്ത് ഇപ്പോൾ ഓൺലൈൻ സ്പേസിൽ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ ഇതിലോട്ട് എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ സ്പേസിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാതിരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടി ഡിജിറ്റൽ മീഡിയയിൽ മലയാള മനോരമ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ന്യൂസ് പേപ്പറിൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോകുമെന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്തായാലും ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബേഴ്സിന് റീറ്റെയിൻ ചെയ്യാൻ വേണം. എന്നാൽ നോൺ ന്യൂസ് പേപ്പർ സബ്സ്ക്രൈബേഴ്സിലോട്ടോ അല്ലെങ്കിൽ നോൺ സബ്സ്ക്രൈബർ യൂസേഴ്സിലോട്ട് എത്താൻ വേണം. അപ്പോൾ ആ ഒരു ഡിസിഷൻ ആക്ച്വലി അവർ ടോപ്പ് മാനേജ്മെൻറ്റ് ഹാസ് ഗിവൻ ദ ഓക്കെ ആൻഡ് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻഫ്ലുവൻസിനെ ഉപയോഗിച്ച് ഒന്ന് നോക്കാം എന്നുള്ളൊരു തീരുമാനം ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ കപ്പലണ്ടി മേടിക്കുന്ന പൈസ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യാം. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യണത്? ഇതിപ്പോൾ ഇത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ഒരു പീരീഡാണ് ആക്ച്വലി. നമ്മൾ ഒരു മീഡിയ എക്സ്പേർട്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് എക്സ്പേർട്സ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ ചെറിയ എമൗണ്ടൻസിന് പിള്ളേർ കൊണ്ടുപോയിട്ട് വീഡിയോ ചെയ്ത് അവരുടെ കയ്യിലുള്ള ഒരു പക്ഷേ ഫോണിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് ക്ലയൻറ്റിന് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലയൻറ്റ് പറയുന്നത് ഞങ്ങൾ വി ആർ ഇതിൻ്റെ പ്രൊഫഷണൽ വേയിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസ് വെച്ച് ഞങ്ങളൊരു ബ്രാൻഡ് തോട്ടൊക്കെ അതിൻ്റെ പിന്നിൽ പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ലക്ഷങ്ങൾ ആണ് ഞങ്ങൾ ചോദിക്കണം. പക്ഷേ ഇവർ പിള്ളേർ പോയിട്ട് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഒരു ചെറിയ എമൗണ്ടിന് വീഡിയോ ഇട്ട് കഴിയുമ്പോഴും അത് ഹിറ്റാകണമെന്നാണ് ക്ലയൻറ്റ് പറയുന്നത്. ഇവർ പിള്ളേർ ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോഴും അത് ലക്ഷക്കണക്കിന് എത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ അത് നമുക്കത് പോരെ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അത് പറയുന്നത് വെച്ചാൽ ആസ് ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സ് അതൊക്കെ ഒരു ടെമ്പററി ഫിനോമിനയാണ്. അത് എന്നും നിലനിൽക്കത്തില്ല. അപ്പോൾ ചില പ്രോഡക്റ്റിനോ ചില സർവീസസിനൊക്കെ അത് ചിലപ്പോൾ സഹായകരമാവും. സ്മോൾ ബ്രാൻഡ്സും ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ സ്മോൾ ബൊട്ടിക്സിനും സ്മോൾ റെസ്റ്റോറൻറ്റ്സിനും സ്മോൾ റിസോർട്ട്സിനും. പക്ഷേ ഒരു ലോങ് ടേം ബ്രാൻഡ് സസ്റ്റെയിനിങ്ങിന് വേണ്ടി എന്തായാലും നല്ല ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ടൈസ് അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം. എന്താണ് ഈ വ്യത്യസ്തമായ ഈ അപ്പിയറൻസ്, ഈ ഷർട്ട്, ഈ കണ്ണാടി, മൊത്തം ഈ രൂപം, മൊത്തത്തിലൊരു കളർഫുൾ, എന്താണ് അതിൻ്റെ പിന്നിൽ? ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് നമ്മുടെ ബ്രാൻഡ്സിന് ഒരു ബ്രാൻഡ് ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളും ഒരു വ്യത്യസ്തമായ ബ്രാൻഡ് ആകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കൂടി ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വീഡിയോസ് കാണുകയാണ്. എല്ലാം ഒരു വീഡിയോസ് ഒരുപോലെ ഇരിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ഡിഫറൻസിയേഷൻ ഫാക്ടർ, ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ ആ വീഡിയോയിലും അല്ലെങ്കിൽ പ്രസൻറ്ററിലും നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവന്നാൽ വ്യൂവറിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ യു ഹാവ് ടു ഹാവ് എ ബ്രാൻഡ് ഡിഫറൻഷിയേറ്റർ ഫാക്ടർ ഇൻ ദാറ്റ്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. ആപ്പിള് ടാഗ് ലൈൻ തിങ്ക് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഡിഫറൻഷിയേറ്റർ ഫാക്ടർ ഇൻ വാട്ട് എവർ യു ഡു. അതിൻ്റെ ഭാഗമായിട്ടൊന്ന് കൂട്ടിയാൽ മതി. ഉൾക്കാഴ്ച, അതാണ് ഒരു ഉൾക്കാഴ്ച. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.